ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ ഫിൽറ്ററാണ്. അത് അക്വേറിയം വാട്ടർ ഫിൽറ്ററാണ്. നിങ്ങളുടെ പച്ചവെള്ളം, അതായത് ഈ പച്ച കളർ ആൽഗയുള്ള വെള്ളമൊക്കെ വരാറുണ്ട് സാധാരണ നമ്മുടെ അക്വേറിയമിൽ. അത് മാറ്റാനുള്ളൊരു വാട്ടർ പ്യൂരിഫയർ ആണ്. നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനം സ്ട്രോയും സാധാരണ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കിട്ടും. നമ്മൾ ഫിൽറ്റർ ഉണ്ടാക്കാനായി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, 900 ml. അതേപോലെ 3 സ്ട്രോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു വളച്ച ഫോർട്ട് പേനയുടെ ബോഡി വേണം. പിന്നെ റാ പോലെ വളച്ചെടുക്കണം. ഇനി നമുക്ക് ആ സീലിംഗ് ഒക്കെ ഇളക്കി കളയാം. ഇനി നമുക്ക് ആ ബോട്ടിലെ ക്യാപ്പിൻ്റെ മണ്ടയ്ക്ക് ഇത് ആപ്റ്റാവുന്ന രീതിയിൽ ഒരു ഊട്ടയിട്ടെടുക്കാം. നല്ലപോലെ എയർ ടൈറ്റായിട്ട് നിന്നില്ലെങ്കിൽ നമ്മളുടെ ഫിൽറ്റർ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നല്ല കറക്റ്റായിട്ടുള്ള ഊട്ടാൻ ഇടാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഊട്ടയിട്ട് അത് ഇറക്കി വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്, അതേപോലെ ഇരിക്കണം. എന്നിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ തറയിലൊരു ഊട്ടയിടേണ്ടതുണ്ട്. അത് കുറച്ച് അളവ് പൊക്കി വേണം ഇടാൻ. അവിടെ നമുക്കൊരു ഊട്ടയിട്ടെടുക്കാം. കട്ടർ ഉപയോഗിച്ച് സോൾഡറിങ്ങൊക്കെ ഉപയോഗിച്ചാൽ നല്ല ഊട്ട വീരും കറക്റ്റായിട്ട്. അതും എയർ ടൈറ്റായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഊട്ടയിട്ടതിന് ശേഷം ആ സ്ട്രോ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കണം. സ്ട്രോ ഇറങ്ങുന്ന രീതിയിൽ ഊട്ടയിട്ടെടുക്കാം. ഇങ്ങനെ ഇച്ചിരി വലിപ്പമുള്ള ഊട്ടയിട്ട് കഴിയുമ്പോൾ സ്ട്രോ ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് സ്ട്രോ അതിലേക്ക് നല്ലപോലെ ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഈ സ്ട്രോ എല്ലാം ഊരി ഇതിനകത്ത് ഫില്ലിങ് നിറയ്ക്കാം. അതിനായി നമ്മൾ ഈ ഊട്ടയിട്ട് എടുത്തിട്ടുണ്ടല്ലോ, ആ ഊട്ടയുടെ കറക്റ്റ് ഊട്ടയുടെ ആ തറവശം തട്ടുന്ന രീതിയിൽ മണ്ണ് നിറച്ചെടുക്കാം. ഫസ്റ്റ് ലെയർ മണ്ണാണ്. നമുക്ക് ഫസ്റ്റ് ലെയറായി മണ്ണ് നിറച്ചെടുക്കാം. നമ്മൾ 2 വട്ടം വാഷ് ചെയ്ത മണ്ണാണ്. 3-4 വട്ടം കഴുകണം, എന്നാലും നല്ല മണ്ണായി വരുത്തോളൂ. നമുക്കത് ആ ഊട്ടയുടെ തറ വരെ നിറച്ചെടുക്കാം. നമ്മൾ ഹോളിൻ്റെ തറ വരെ മണ്ണ് നിറച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ലെയറായി ഒരു കുപ്പിയുടെ അളവിൽ കറക്റ്റ് റൗണ്ട് തുണി ഇറക്കി വെക്കാം. ഇത് നമ്മുടെ മണ്ണും ഊട്ടയിലോട്ട് പോകാതിരിക്കാൻ സഹായിക്കും. അതിനുശേഷം നമ്മുടെ സ്ട്രോ എടുത്ത് പഴയ പൊസിഷനിൽ തന്നെ വെക്കുക. ഇനി അതിൻ്റെ മണ്ടയ്ക്കും ഒരു പീസ് തുണി ഇട്ടെടുക്കാം. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു പീസ് തുണി വെച്ചില്ലെങ്കിൽ മണ്ടയ്ക്കത്തെ ഇനി വരാൻ പോകുന്ന ലെയറുകൾ ഇതിനകത്തോട്ട് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പീസ് തുണിയും കൂടി ഇതിനകത്ത് ഇറക്കി വെക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത ലെയറായ ചാർക്കോൾ നിറച്ചെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ തീയരിച്ചതിൻ്റെ തടിയുടെ ചാർക്കോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് കൊച്ചു കൊച്ചു പീസാക്കി ഇറക്കി കൊടുക്കാം. ഇത് നല്ലൊരു പ്യൂരിഫയറാണ് വാട്ടറിൻ്റെ അയൺ കണ്ടൻസൊക്കെ പിടിച്ചെടുക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു ലെയറാക്കി നിറച്ചെടുക്കാം. നമ്മളങ്ങനെ ചാർക്കോളൊക്കെ ഇട്ട് തുണിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മണ്ണ് നിറയ്ക്കാം. ആദ്യമായിട്ട് വരുന്ന വെള്ളത്തിൻ്റെ കലക്കെല്ലാം കളയാനാണ് മണ്ണ് നിറയ്ക്കുന്നത്. നമുക്ക് അങ്ങനെ മണ്ണ് നിറച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ വർക്കിലേക്ക് കിടക്കാം. അതിനായി നമ്മൾ ഈ ബോട്ടിൻ്റെ അടപ്പിലുണ്ടാക്കിയ ഊട്ട വഴി നമ്മൾ ആ ഫോർട്ട് പേന വളച്ചെടുത്തത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അന്നുണ്ടാക്കിയ തെർമോക്കോൾ പെട്രോൾ വശയാണ്. ആ വശ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ടൈറ്റായി എയർ ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്.
അങ്ങനെ നമ്മൾ ടൈറ്റായി ഒട്ടിച്ചെടുക്കുക. നമ്മൾ പെട്രോൾ കൊണ്ടുണ്ടാക്കിയ പശ വെച്ച് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള പൈപ്പെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ 2 സ്ട്രോ ഇങ്ങനെ ചേർത്ത് കണക്ട് ചെയ്തേക്കാണ്. ഒരെണ്ണത്തിലേക്ക് തിരികെ വെച്ചിരിക്കുകയാണ്. അത് എയർ ടൈറ്റായിട്ടിരിക്കാൻ സഹായിക്കും. അതിനുശേഷം ഈ ചേർത്ത 2 കൂടി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫോർട്ട് വേനയുടെ എൻഡിലോട്ട് ചേർത്തെടുക്കേണ്ടതാണ്. നമ്മൾ ഇങ്ങനെ ചേർത്തെടുക്കേണ്ടതാണ് ഇതിനകത്തോട്ട്. ഫോർട്ട് വേനയുടെ മറ്റേ എൻഡിലോട്ട് ഇത് ചേർത്തെടുക്കേണ്ടതാണ്. ഇങ്ങനെ ചേർത്തെടുക്കുക. അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പെട്രോളും തെർമോക്കോളും ഉണ്ടാക്കിയ പശയാണ്. അതിൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ഇനി നമുക്ക് എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അവിടെ സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ മണ്ടയിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ക്യാപ്പും പൈപ്പ് സെറ്റിങ്ങും കൂടെ അടച്ചെടുക്കാം. നമ്മളിവിടെ അടച്ചതിന് ശേഷമാണ് കാണിക്കുന്നത്. വെള്ളം നല്ലപോലെ പ്യൂരിഫൈ ആയി പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോകൾ കാണാം. It's me, Mahi, signing out.